ഒരു മാസം കഴിഞ്ഞ് വെള്ളം വന്നിട്ട് വീട്ടിൽ പോയി മറ്റു വീട്ടിൽ പോയി വെള്ളം കോരിയെടുക്കാൻ പോലും ഉള്ള മേല അസുഖം ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞ് വെള്ളം വന്നിട്ട് വെള്ളമില്ല. വലിയ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മേലാഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് കയറി വന്നത് ഇവിടം വരെ. വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് ഏറെയാണ്. വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും വെള്ളം കോരിക്കൊണ്ട് തരാനും ആരുമില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തോ ആശ്രയമുള്ളൂ. പനിച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 23 വാർഡിലും വെള്ളം കിട്ടിയിട്ട് ഒരു മാസക്കാലമായി. അവിടെ 2 പമ്പ് ഹൗസാണുള്ളത്. ആ 2 പമ്പ് ഹൗസിനും പമ്പിങ് നിർത്തിയിട്ട് 20 ദിവസമായി. ഇവിടെ പല പ്രാവശ്യവും ജനപ്രതിനിധികളടക്കം മുഴുവൻ പേരും ഇവിടെ പറയുമ്പോഴത്തേന് പറയും ഇതുവരെ അതിൻ്റെ പോയിൻ്റ് കണ്ടുപിടിച്ചില്ല. പിന്നെ എന്താ ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു മാസമായിട്ടൊരു പൈപ്പ് പൊട്ടിയിട്ട് അതിൻ്റെ പോയിൻ്റ് കണ്ടുപിടിച്ച് അത് പണിയാനായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരിയ്ക്കുന്നത്? ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പനിച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭ കൂടിയപ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം വളരെമായ മോശം കേട്ടു. കാരണം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പറയാനുള്ള അവകാശം ജനപ്രതിനിധികളോടാണ്. തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണുക എന്നുള്ളൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്തം. ഇന്നലെ ലാസ്റ്റ് ദിവസമാണ് വെള്ളം തരുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോഴത്തേന് എന്നോട് പറഞ്ഞത്. ഇന്നലെ രാത്രി 10 മണിക്ക് വിളിച്ചിട്ട് പോലും ഇവിടെ ഫോൺ എടുക്കുന്നില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ആരും ഫോൺ എടുക്കത്തില്ല. ഇവിടെ വന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റത്തില്ല. ഇവർ എപ്പോഴും പറയുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറയും MLAയുടെ മീറ്റിംഗ്. ഞാൻ MLAയോട് ചോദിച്ച് MLAയുടെ അനുവാദത്തോടു കൂടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. MLAയുടെ മീറ്റിങ്ങിന് പൊക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ വേണേലും പൊക്കോട്ടെ. പക്ഷേ ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. AEയില്ല, AXയില്ല, ഒറ്റ ഉദ്യോഗസ്ഥന്മാരില്ല. ഇതുവരെ വാട്ടർ അതോറിറ്റി ഈ പോയിൻ്റ് കണ്ടുപിടിച്ചില്ലെന്നാണ് പറയുന്നത്. അതെന്തൊരു ഈ ഒരു മാസക്കാലമായിട്ടൊരു പൊട്ടൽ കണ്ടുപിടിച്ച്. അതേസമയം തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സ്ഥലത്തൊക്കെ പൊട്ടലുണ്ടായാൽ അന്നേരം മീഡിയയിൽ വാർത്ത വരും, മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കുമല്ലോ. അന്നേരം ഞങ്ങളുടെ പഞ്ചായത്തിന് എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടാണോ ഇവർ ഈ അനീതി ഞങ്ങളോട് കാണിക്കുന്നത്? അതുകൊണ്ട് ഒരു കാരണവശാലും ഇനിയും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നലെ ലാസ്റ്റ് ദിവസമായിരുന്നു. ഇന്നലെ പോലും വെള്ളം തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, അവിടുത്തെ 5-6 പഞ്ചായത്ത് മെമ്പർമാരടക്കം, നാട്ടിലെ പൊതുപ്രവർത്തകരടക്കം, വീടുകളിൽ വെള്ളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരടക്കം ഇവിടെ വന്നിരിക്കുന്നത്. ഈയുടെ ഉറപ്പ് കിട്ടാതെ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല.